എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി. അടുത്തത് സ്കിറ്റാണ്. ദൈവത്തിന് മഹത്വം. ഒന്നുമില്ലായ്മയുടെ വേളകളിൽ ഒരു കുടുംബം അധികമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ജാതീയ സ്വഭാവവും ആഡംബര ജീവിതവും കടന്നു വരുന്നു. അതിന്റെ അവസാനം എന്താകുമെന്ന് ഈ സ്കിറ്റിലൂടെ കാണുക. ഞങ്ങളുടെ അവതരണത്തിൽ വരുന്ന കുറവുകൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങട്ടെ. ചേട്ടാ, ഈ എയർപോർട്ട് എന്ത് നല്ല മനോഹരമായിരിക്കുന്നു. ചേട്ടാ, നമ്മൾ ഇനി എങ്ങനെ പോകും? വീട്ടിൽ നമുക്ക് ബസ്സിൽ പോകാം. ബസ് നമുക്ക് കാറില്ലല്ലേ? ഓ, പോകാം. ചേട്ടാ, ഇതൊന്ന് വയ്ക്കുക ചേട്ടാ. ഓ, എന്താ ക്ഷീണം. ചേട്ടാ, എന്നെ കല്യാണം കഴിച്ചപ്പോ ചേട്ടൻ എന്ത് മുടി ഉണ്ടായിരുന്നു പൊന്നി ചേട്ടാ. ഇപ്പൊ ചേട്ടൻ മുടി എല്ലാം പോയി. എനിക്ക് എന്ത് സങ്കടം ചേട്ടനെ കണ്ടപ്പോ. സങ്കടം ചേട്ടന് മുടി പോയതല്ല, ഇനി 2 വർഷം കഴിഞ്ഞ് എന്റെ മുടി പോകുമോന്നാ സങ്കടം. അതുകൊണ്ടത്തെ കാലാവസ്ഥ നിന്റെ മുടിയും പോകും. അയ്യോ ചേട്ടാ. ചേട്ടാ, നമ്മൾ വീട്ടിലെത്തിയില്ലേ? പ്രാർത്ഥിക്കാം ചേട്ടാ. ചേട്ടൻ പ്രാർത്ഥിച്ചോ. ചേട്ടാ, എന്തോ ഞാനിന്ന് പാസ്റ്റർ ഒന്ന് വിളിക്കട്ടെ. ഇന്ന് പ്രയർ ഉണ്ടോന്ന്? പാസ്റ്റർ വിളിച്ച് നമുക്ക് ചോദിച്ചു പോവാം. ഹലോ പാസ്റ്റർ, ഇന്ന് പ്രയർ ഉണ്ടോ? ഇന്നില്ലേ? ഓ, ഓക്കെ. അപ്പൊ നാളെയാണല്ലേ? ഞങ്ങൾ നാളെ എത്തും. ഓക്കെ ചേട്ടാ, ഇന്ന് പ്രയർ ഉണ്ട്. പോകാം. എന്തൊരു ഭക്തി, എന്തൊരു സ്നേഹം. കുറച്ചു നാൾ കഴിയുമ്പോൾ അറിയാം ഇവിടെ ഭക്തി സ്നേഹമൊക്കെ. പിന്നെ പള്ളിയും വേണ്ട, കുറച്ച് കാശൊക്കെ ആയി കഴിഞ്ഞാൽ, ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയും വേണ്ട, പാതിരിയും വേണ്ട. അടിച്ചുപൊളി ജീവിതമല്ലേ. അങ്കിൾ സുഖമാണോ? ആ മോളെ, സുഖമാണ്. ഫുഡ് കഴിച്ചോ? ഓ, കഴിച്ചു മോളെ. അങ്കിൾ കഴിച്ചില്ലേ? ഞാൻ കഴിക്കാം. വേണ്ട മോളെ, 25 വർഷം കൊണ്ട് നമ്മൾ കാണയില്ലേ ഇതുപോലെ പലരെയും. ആദ്യം ചോദിക്കും അങ്കിൾ ഫുഡ് കഴിച്ചോ, പിന്നീട് കണ്ടാ പോലും കണ്ടില്ലെന്ന് നടിക്കും. ഈ കള്ളൻ ഇവിടെ നിന്ന് വന്നത് പിന്നത്തേതിൽ ചോദിക്കും. ഓ പോട്ടെ, വാടോ നമുക്ക് പോവാ. ഇന്ന് നമുക്ക് വൈകുന്നേരം പ്രാർത്ഥിക്കണ്ടേ? അതെ, പ്രാർത്ഥിക്കാം. ഓ ചേട്ടാ, പ്രാർത്ഥിക്കാം. പാടിക്കോ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ നടത്തുന്നു, സ്വസ്ഥമുള്ള വെള്ളത്തിന് എന്നെ നടത്തുന്നു. പ്രാർത്ഥിക്കും. ചേട്ടാ, എനിക്ക് പ്രാർത്ഥിക്കാറില്ലെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ സ്തോത്രം കർത്താവേ, ഞങ്ങൾ വാത്സല്യമായി സൃഷ്ടിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ദേശത്ത് വന്നു ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവെ. അതുപോലെ ഈ ദേശം എല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടസഹത്തിൽ എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവെ. കൂടെ എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവമേ, ആമേൻ. ഹലോ, പാഷാണോ? ആ പാഷ, ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. യാത്രയൊക്കെ സുഖമായിരുന്നു. അതെ, ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, പാഷ കുടുംബം സുഖമായിരിക്കുന്ന? ആ ഓക്കെ പാഷ, ഞാൻ വിളിച്ചോളാം. ഓക്കെ പക്ഷേ സഭയൊക്കെ എങ്ങനെയുണ്ട്? ആ
ആണോ? ആ അത് ശരി ശരി. ആ പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ തണുപ്പാ. അതെ ആ അതെ ശരി ഭാഷ. അതെ ആ ഭാഷ എന്നോ ഇങ്ങോട്ട് വരുന്നത്? ആണോ? ആ കുഴപ്പമില്ല, പുള്ളിക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. ആ സുഖരെത്തി. അതെ ആ സാറ് വീട്ടിലുള്ള ചർച്ചിൽ വന്നോ? അതെ. ഇന്നെന്ത് ഉപവാസപ്രാർത്ഥന നടക്കുന്ന? എത്ര ദിവസം? അതെ ആ ഓക്കെ ശരി ശരി ഓക്കെ. ആ ഭാഷ നമുക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഭാഷ. ഓ അതെ ശരി ഓക്കെ. ചേട്ടാ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നേ. ഓക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട്. ചേട്ടാ ഇന്ന് സാലറി കിട്ടിയിട്ടുണ്ട്. ആണോ? പിടിക്കൂ ചേട്ടാ. ഒരു കാര്യം പറയാം, മമ്മിക്കും ഡാഡിക്കും കാശ് അയച്ചു കൊടുക്കണ്ട. ഓക്കെ, നമ്മൾ മറ്റു മക്കളൊക്കെ കാശ് അയച്ചു കൊടുക്കും. നമ്മൾ ഇത്രയും ദിവസം കാശ് കൊടുത്തല്ലേ. ഞാൻ പറയുന്നത് കേട്ട് ചേട്ടൻ ജീവിച്ചാൽ മതി. ഓക്കെ? അത് ദൈവഭാവം കിട്ടും. നമ്മള് ദൈവമക്കളാണ്. നമ്മുടെ അമ്മയ്ക്കും അപ്പനും പൈസ കൊടുത്തതല്ലാതെ അയച്ചു കൊടുക്കേണ്ട കടമ നമ്മുടെയാണ്. അല്ലെ ദൈവം നമ്മളെ ശിക്ഷിക്കും. ദൈവം ഒരുപാട് ശിക്ഷിക്കും. ചേട്ടൻ ഒന്നും പറയണ്ട. ചേട്ടന് 300 ബീഡിയേ ഉള്ളൂ, എനിക്ക് 1200 ബീഡി ഉണ്ട്. ചേട്ടൻ ഞാൻ പറയണ കേട്ട് ജീവിച്ചാ മതി. ഞാൻ എല്ലാം നോക്കില്ല, എനിക്ക് എല്ലാം അറിയാം ചേട്ടാ. ചേട്ടന്റെ ഇഷ്ടം പൈസ കൊടുക്കാൻ. ചേട്ടാ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരണേ. നമുക്ക് ചർച്ചിൽ ആരാധനയ്ക്ക് പോകണം. ഓ ചേട്ടാ ഡബിൾ ഡ്യൂട്ടിയൊക്കെ അടിച്ച് ഭയങ്കര ശരീരക്ഷീണം, നടുവൊക്കെ ഭയങ്കര പെയിനാ ചേട്ടാ. ചേട്ടൻ ഒന്ന് പൊയ്ക്കോ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ ചേട്ടാ. അപ്പൊ ഒന്ന് വിശ്രമിച്ചോ. ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാം. ഓക്കെ നല്ല ചേട്ടൻ. ചേട്ടൻ വരും മുമ്പേ കുറച്ച് ചാറ്റിങ് ചിറ്റിങ് നടത്തിയിട്ട് കാര്യമുള്ളൂ. എടുക്കണം ചേട്ടൻ വന്നാ വഴക്കണം. വേഗം വേഗം. എത്ര ഫ്രണ്ട്സ്. ഓ ജിജോ ചേട്ടന് ഇപ്പോ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ലേഡീസിനേക്കാളും ജെന്റ്സിനെ ഇഷ്ടം. അവരുടെ ഫോട്ടോയോ അവരുടെ സ്റ്റൈലും ഒക്കെ കണ്ട ഇതാ ഇവർക്കോ എന്താ സ്പീഡിലൊക്കെ അച്ഛണം. ഓ ഇത് വിവോ നല്ല സ്പീഡാ. ഓ ഇതിൽ പ്രതിഭ ചേട്ടൻ ഇട്ടിട്ടുണ്ടല്ലോ. ആ പ്രതിഭ ചേട്ടനുണ്ട്, നമ്മൾ ആശ ചാച്ചിക്ക് ഇല്ല. ഇത് ഇത്രയും കാലമായിട്ട് എനിക്ക് എത്ര ഫ്രണ്ട്സാ. ഇതാ രാത്രി 10, 12, 13 മണിക്ക് ആൾക്കാർ ചാറ്റ് ചെയ്യണത്. എന്താ ഓ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ജിജോ ചേട്ടൻ, നല്ല സ്റ്റൈലാ. ഓ ഇനി ഉറങ്ങാം ഇപ്പൊ. ഓ പോലും വേഗം വേഗം വേഗം. ശല്യം ഇപ്പൊ തന്നെ വന്ന് കുറച്ചുകൂടെ കഴിഞ്ഞു വന്നാ പോലെ. ചേട്ടാ ചേട്ടാ നേരത്തെ വന്നോ? എന്താ ലേറ്റ് ആയി ഡോർ തുറക്കാൻ? ക്ഷീണം ചേട്ടാ. ആണോ? ക്ഷീണം കാണും. ചേട്ടാ ഞാൻ പറ ഐസ്ക്രീം ഇല്ലേ? ഐസ്ക്രീം നാളെ വാങ്ങിച്ചു തരാം. ഐസ്ക്രീം ഇല്ല. ഓ എനിക്കിന്ന് ബ്യൂട്ടി പാർലറിൽ പോണം. പോണ്ട, അത് പോണ്ട.
എന്റെ ഫ്രണ്ട്സുകളെല്ലാം പോയി. അവർക്ക് എന്ത് സ്റ്റൈലാ, ഞാൻ എന്താ കാണും ഒരു ഗ്ലാമറും ഇല്ല. നമ്മൾ ദൈവമക്കളാ, നമുക്കത് ചെയ്തുകൂടാ. ചേട്ടാ ഒന്ന് കൊണ്ടുപോ ചേട്ടാ. ചേട്ടാ എന്നെ കൊണ്ടുപോയില്ലേ? ചേട്ടാ എന്നെ കൊണ്ടുപോകാം. ശരി, പോകാം. പോകാം ചേട്ടാ. ഊട്ടി പോലെ പോലെ കാണാനില്ലല്ലോ. ചേട്ടാ എന്താ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ലായിരിക്കുന്നു. എന്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. ചേട്ടാ ഇപ്പൊ ചേട്ടൻ എങ്ങനെയുണ്ട് എന്നെ കണ്ടപ്പോ? ഞാൻ പഴയതുപോലെ നല്ല സ്റ്റൈലായില്ലേ? കളർ നോക്ക്, എന്റെ ചെരുപ്പ് നോക്ക്, ബോഡി നോക്ക്, എന്താ സ്റ്റൈലാ, നല്ല സ്റ്റൈൽ. ഇഷ്ടമായില്ലേ ചേട്ടാ? ആ അതല്ലേ ഞാൻ ഇത്ര കാലം കൊണ്ടേ പറഞ്ഞതാ. എന്റെ ചേട്ടൻ ഇന്നെങ്കിലും ദൈവം നല്ല ബുദ്ധി കൊടുത്തല്ലോ. ചേട്ടാ ഇനി ഒരു കാര്യമാണ്, നമുക്ക് വീട്ടിൽ ഒരു സർവന്റ് വേണം. എനിക്ക് എന്നും ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പായിട്ട് വേണം ചേട്ടാ. സർവന്റ് വേണ്ട, നമ്മൾ രണ്ടാൾ കൂടി നമുക്ക് ജോലി ചെയ്യാം. കുറച്ച് ജോലിയല്ലേ ഉള്ളൂ. ഓ എന്റെ ചേട്ടാ, എന്നോട് സ്നേഹമില്ലേ ചേട്ടാ? ഒന്ന് നടുവേദന, കൈവേദന, അവൾ ഡ്യൂട്ടിയൊക്കെ അല്ലേ ചേട്ടാ? ഒരു സർവന്റ് കൊണ്ടുപോകാൻ എന്റെ പോലും ചേട്ടാ. എന്നാ കൊണ്ടുവരാം. നല്ല ചേട്ടൻ, ഇങ്ങനെയുള്ള ചേട്ടനെ കിട്ടിയ ഇതാണ് നമ്മളുടെ വീട്. ഇതെന്റെ ഭാര്യ. ഞാൻ നല്ല വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. സുന്ദരി, പേര് തന്നെ സുന്ദരി. കണ്ടൊരു കേൾവി ഇനി വന്നിരിക്കുന്നു വീട്ടുപണിക്ക്. എനിക്കിഷ്ടല്ല. ചുമ്മാല്ല സ്വന്തം ഭർത്താവിനെ പട്ടിക്ക് തുല്യം പോലെ ആക്കുന്നത്. പിന്നെ എങ്ങനെ അവൾ എന്നെ നല്ല രീതിയിലാക്കും? നിങ്ങളുണ്ടാക്കി ഫുഡും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഒരു ജോലി എനിക്ക് ഇഷ്ടമില്ല. എന്താ ഈ കേൾവി? പേര് സുന്ദരി പോലും. സുന്ദരിയാ കണ്ട? കൽപ്പനത്തിന് വരുമ്പോ അർദ്ധരാത്രി കുട പിടിക്കുന്ന ചുമ്മാ അല്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചേട്ടാ എന്റെ ജോലി പോയി. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ജോലി പോയി. അന്നേ ഞാൻ പറഞ്ഞു, ദൈവത്തെ മറന്ന് ഒന്നും ചെയ്തുകൂടാന്ന്. ദൈവത്തിന്റെ ശിക്ഷ. എന്ത് ചെയ്യും? എന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. അതാണ് ചേട്ടാ എനിക്ക് സുഖമില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? ചേട്ടാ വെള്ളം വേണം. ഇവിടെ ഇരുന്നു. വെള്ളം വേണം, വെള്ളം. ചേട്ടാ എന്റെ ചേട്ടാ അടുത്തില്ലേ? അയ്യോ ചേട്ടനെ മറന്ന. ഇതുപോലെ തന്നെ വെള്ളം എന്താ ചേട്ടാ? എന്റെ സൗന്ദര്യമൊക്കെ പോയോ ചേട്ടാ ഇപ്പോ? മോള് വെള്ളം കുടിക്കേ. ഇങ്ങനെ തന്നെ എന്റെ ചേട്ടൻ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കാണ്ട വന്ന് സകലം. ഇയ്യോബ് 14:1 പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പനും കഷ്ടസമ്പൂർണ്ണമാകുന്നു. ഇയ്യോബ് 13:20 പറയുന്നു, ഈ ജനം ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും പുഴുവരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു. നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ മനുഷ്യൻ തന്റെ സാമ്പത്തിക ഉയർച്ചയിലും ശാരീരിക സൗന്ദര്യത്തിലും ഉയർന്നു നിൽക്കുമ്പോൾ താൻ ദൈവിക സ്നേഹം ഓർക്കാതെ സ്വന്തം വിവേകത്തിൽ നിന്ന് മറ്റുള്ളവരെ മോശമായി കാണുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്ക് ഈ അവസ്ഥയാണ് എന്ന് ഓർക്കുക. ദൈവം തന്ന സൗന്ദര്യത്തിന് മുകളിൽ മറ്റ് കൃത്രിമ സൗന്ദര്യം വരുത്തി ശരീരത്തെ വികൃതമാക്കുന്നവരെയും മറ്റുള്ളവർക്ക് പാപം ചെയ്യത്തക്ക വിധത്തിൽ വസ്ത്രമണിയുന്നവർക്കും ഈ സ്കിറ്റിൽ കണ്ട അവസ്ഥ ആയിരിക്കും. ഇയ്യോബ് 24:20 പറയുന്നു, ഗർഭപാത്രം അവനെ മറന്നു കളയും, കൃമി അവനെ തിന്നു രസിക്കും,
പിന്നെ അവനെ ആരും ഓർക്കുകയല്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. ഈ സ്കിറ്റ് മാനസാന്തരത്തിൽ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഉപസംഹരിക്കുന്നു.